ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ശ്രീലങ്കയിൽ മരണം 153ആയി. 191 പേരെ കാണാതായി. ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചതിന് പിന്നാലെ ശ്രീലങ്കയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 20 വർഷത്തിനിടെ ശ്രീലങ്കയിലുണ്ടായ ഏറ്റവും വലിയ പ്രളയമാണിത്. 5 ലക്ഷത്തോളം പേരെ ദുരന്തം ബാധിച്ചുവെന്നാണ് വിവരം. 800ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 78,000 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. മോശം കാലാവസ്ഥ കാരണം പലയിടങ്ങളിലും ആശയവിനിമയം തടസ്സപ്പെട്ടു. മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചു. പോലീസും സൈന്യവും ദുരന്ത നിവാരണ സേനയും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മാൽവാനയിലും കൊളംബോയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. ശ്രീലങ്കയ്ക്ക് സഹായവുമായി ഇന്ത്യ രംഗത്തെത്തി. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ അർദ്ധസൈനിക സംഘങ്ങളെയും അവശ്യ ദുരിതാശ്വാസ വസ്തുക്കളെയും ശ്രീലങ്കയിൽ എത്തിച്ചു. 2 സൈനിക വിമാനങ്ങളിലായി 21 ടൺ അവശ്യ വസ്തുക്കളാണ് എത്തിച്ചത്. 80 ദേശീയ ദുരന്ത നിവാരണ സംഘങ്ങൾ ഉൾപ്പെടുന്ന 2 അർബൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ സംഘങ്ങളെ ശ്രീലങ്കയിലേക്ക് അയച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിലുള്ള 2 ചേതക് ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകും.